ദൈവദാസ പഞ്ഞിക്കാരൻ ജോസഫച്ച പ്രാർത്ഥിക്കേണേ. യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങൾ. ആത്മനാഥന്റെ ബലിയുടെ പുനരവതരണത്തിനായി നാം ഒരുമയോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയ മനസ്സുകളെ പുതിയ കരകളിൽ ഒതുക്കിയ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ തിരുവഴുത്താലയോട് ചേർക്കാം. കാലത്തിനൊപ്പം സഞ്ചരിച്ച പ്രാന്തദർശിയായ ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛന്റെ സുഹൃത ജീവിതത്തിന്റെ അനുസ്മരണ ആഘോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. ദൈവത്തിന്റെ അനന്ത പദ്ധതിയുടെ ഭാഗമാകുവാൻ അനാദിയിലെ തന്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയെ അവിടുന്ന് പൗരോഹിത്യത്തിന്റെ കരബലം നൽകി അനുഗ്രഹിച്ചു. പ്രേക്ഷിത തീഷ്ണതയാലും മിഷൻ ചൈതന്യത്താലും തിരുസഭാ സ്നേഹത്താലും തന്റെ പൗരോഹിത്യത്തെ അനുഗ്രഹമാക്കി തീർത്ത നമ്മുടെ അച്ഛൻ സഭാ മക്കളെയും ഈ ക്രിസ്തു സ്നേഹത്തിന്റെ അനന്തതയിലേക്ക് ചേർത്ത് വെച്ചു. തന്റെ ജീവനും ജീവിതവും ക്രിസ്തുവിനും അവന്റെ സഭയുടെ സേവനത്തിനുമായി പകർന്നു നൽകിയപ്പോൾ തിരുസഭയുടെ ആരാമത്തിൽ മുട്ടിട്ടത് ധർമ്മഗിരി എന്ന സുന്ദര പുഷ്പമാണ് എന്നത് നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഈ അനുഗ്രഹീത നിമിഷത്തിൽ ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛന്റെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഉച്ചനീചത്വങ്ങൾക്കും ജാതി വ്യവസ്ഥകൾക്കും വറുത്തു വരുത്തി മനുഷ്യരിൽ അന്തർലീനമായിരിക്കുന്ന ദൈവിക ഛായയെ തിരിച്ചറിഞ്ഞ് ദൈവത്തിനെന്ന പോലെ സഹോദരങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഉതകുന്ന കരുണാർദ്ര സ്നേഹ ശുശ്രൂഷയുടെ മാഹാത്മ്യം സഭാചരിത്രത്തിൽ എഴുതി ചേർക്കാൻ അച്ഛന് സാധിച്ചു. അച്ഛൻ കൊളുത്തി തന്ന ഈ സ്നേഹദീപം അണയാതെ കാത്തു സൂക്ഷിച്ച് തലമുറകളിലേക്ക് പകർന്നു നൽകുന്നത് വഴി ദൈവദാസൻ പഞ്ഞിക്കാരനച്ഛന്റെ വിശുദ്ധി ലോകമെങ്ങും അറിയപ്പെടുവാൻ അച്ഛന്റെ മാധ്യസ്ഥം വഴി ഇനിയും അനേകം ജീവിതങ്ങൾ മക്കളിലൂടെ ക്രിസ്തുവിന്റെ കരുണാർദ്ര സ്നേഹം അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസമുള്ള ഒരു ത്രോണോസും ക്ഷമ കൊണ്ടൊരു സക്കാരിയും എളിമ കൊണ്ട് ഒരു ക്രിസ്തുവിനെ നിർമ്മിച്ച് ദൈവസ്നേഹമാകുന്ന ക്രിസ്തുവിനെ അതിൽ സൂക്ഷിച്ച് കീഴ്വണക്കവും പരസ്നേഹവും കൊണ്ട് നീ കാത്തു സൂക്ഷിക്കുക എന്ന് പിതാവിന്റെ ഉപദേശത്തെ ശിരസ വഹിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ ദിവ്യകാരുണ്യമായി തീർന്ന പഞ്ഞിക്കാരനച്ഛന്റെ ഭാഗ്യസ്മരണയിലേക്ക് പ്രവേശിക്കുന്നതിന് ഒഴുക്കമായിട്ട് ഈ ദിവസം നാം അർപ്പിക്കുന്ന ഈ ദൈവബലിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ടും ദൈവദാസൻ പഞ്ഞിക്കാരനച്ഛന്റെ മാധ്യസ്ഥത്തിലൂടെ യേശുവിന്റെ തിരുഹൃദയത്തിൽ നമുക്ക് സമർപ്പിക്കാം. തിരുഹൃദയത്തോടുള്ള ഭക്തിയിലൂടെ മറ്റൊരു തിരുഹൃദയമായി കത്തിയെരിഞ്ഞ് ദിവ്യകാരുണ്യമായവന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ഈ സഭയെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാൻ ഏറ്റവും പ്രത്യേകമായിട്ട് ഈ സഭയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെയും മറ്റെല്ലാ പ്രൊഫഷണൽമാരെയും വിവിധ പ്രവർത്തനങ്ങളായിരുന്ന എല്ലാ സഹോദരിമാരെയും ദൈവസന്നിധിയിൽ പഞ്ഞിക്കാരനച്ഛന്റെ മാധ്യസ്ഥത്തിലൂടെ സമർപ്പിച്ചുകൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന്റെ അനുഗ്രഹം അതിന്റെ പൂർണ്ണതയിൽ നിർമ്മിക്കുന്നവരുടെ കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് ഭക്തിയോടെ വിശ്വാസത്തോടെ നമുക്ക് അർപ്പിക്കാം. നല്ല ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ
പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ രക്ഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവരെ ഉപായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുകയും. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ.
തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവാൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവാൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവേ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ ബഹുമാനപ്പെട്ട മദർ ജനറൽ കൗൺസിലേഴ്സ്, പ്രിയ പ്രൊഫഷണൽമാരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വികാരിയച്ച, പ്രിയ വൈദിക സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരന്മാരെ, പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ ഈയിടെ ഇറക്കിയ തന്റെ ആദ്യത്തെ അപ്പസ്തോലിക ലേഖനത്തിൽ 2ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: ക്രിസ്തു ഹൃദയത്തിലെ കരുണാർദ്ര സ്നേഹത്തെ കുറിച്ച് ധ്യാനിക്കുന്ന ആത്മാവ് ഈ ലോകത്തിൽ ദൈവ കരുണയുടെ വ്യാപനത്തിനുള്ള ഉപകരണമായി മാറും. പ്രിയ സഹോദരിമാരെ, പ്രിയ വൈദികരെ, ജോസഫ് പഞ്ഞിക്കാരനച്ഛന്റെ ജീവിതത്തെ രത്നചുരുക്കമായി പറയുവാൻ പറ്റുന്ന ഒരു പ്രവാചക ശബ്ദത്തോടു കൂടിയാണ് ലയോ 14 തന്റെ ആദ്യത്തെ അപ്പസ്തോലിക ലേഖനത്തിന് ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം ക്രിസ്തുവിന്റെ സ്നേഹത്തെയും ക്രിസ്തുവിന്റെ കാരുണ്യത്തെയും അതിന്റെ പാരമ്പര്യാകുന്ന മനുഷ്യാവതാരത്തെ കുറിച്ച് ധ്യാനിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന ഈ കരുണാർദ്ര ഹൃദയത്തെ തന്റെ സഹോദരനിലേക്ക് പകർന്നു നൽകുവാനായുള്ള അദമ്യമായ ആഗ്രഹത്തോടുകൂടെ യാത്ര ചെയ്ത ആത്മീയ പുരുഷനാണ് ദൈവദാസനായ പഞ്ഞിക്കാരനച്ഛൻ. 96 വർഷങ്ങൾക്ക് മുൻപ് ഈ അദമ്യമായ ആഗ്രഹത്തോടുകൂടെ സ്നേഹത്തിൽ പ്രവർത്തന നിരതനായി വിശ്വാസത്തിൽ കരുണയുടെ വഴികൾ തെളിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനും സഹോദര നന്മയ്ക്കുമായി തന്റെ ജീവിതത്തെ പരിപൂർണമായും സമർപ്പിക്കുവാനായി ദൈവത്തിന്റെ സാന്നിധ്യം കൂടികൊള്ളുന്ന ഈ ധർമ്മഗിരിയിലേക്ക് ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ കടന്നു വന്നു. ഉപമിയുടെ മലമുകളിൽ പിതാവായ ദൈവത്തിന്റെ കരുണയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും എന്റെ ഏറ്റവും വലിയ ചെറിയ ഈ സഹോദരനിൽ ഒരുവരെ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു കൊടുത്തതെന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായം 40-ാം വാക്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹം ശുശ്രൂഷിക്കുന്നു എന്ന ഉൾക്കാഴ്ചയോടുകൂടെ ഈ ലോകത്തിൽ ദൈവ കരുണയുടെ അപ്പസ്തോലനാകുവാൻ ഇറങ്ങി തിരിച്ചവനാണ് ദൈവദാസനായ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ. ആ ദൈവദാസന്റെ ഭാഗ്യസ്മരണയ്ക്ക് മുൻപിൽ ഇന്ന് കൃതജ്ഞതയോടുകൂടി നാം ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയും. കാരണം ഈ മലമുകളിലേക്ക് കടന്നു വന്നുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും തൃണവൽക്കരിച്ചുകൊണ്ട് കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ നാൾവഴികൾ ആരംഭം കുറിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിന്റെ ഉള്ളിൽ പ്രത്യേകമായ ഒരു വിളി കൂടി ഉണ്ടായിരുന്നു: ദൈവ കരുണയുടെ അപ്പസ്തോലനാവുക, ദൈവ കരുണയുടെ സൗഖ്യത്തിന്റെ പ്രവാചകനായി തീരുക. ദൈവം പ്രത്യേകമായി 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലും ഈ കേരള സഭയിൽ ദൈവത്തിന്റെ കരുണയുടെ സൗഖ്യത്തിന്റെ ചാലുകളെ വേദനിക്കുന്നവരിലേക്ക്, ദരിദ്രരിലേക്ക്, എളിയവരിലേക്ക് പകർന്നു നൽകുവാനായി തിരഞ്ഞെടുത്ത വലിയ ദൈവീകമായ തിരഞ്ഞെടുപ്പിന്റെ വളർച്ചയും സ്വർഗീയമായ മഹത്വവുമാണ് ദൈവദാസനായ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ നമുക്ക് കാണാൻ സാധിക്കുക. പ്രിയ വൈദികരെ, പ്രിയ സഹോദരിമാരെ, വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നെടുക്കുമ്പോൾ രക്ഷാകര ചരിത്രം മുഴുവൻ ദൈവം തന്റെ കരുണയുടെ പ്രവർത്തനങ്ങളെ ഈ ലോകത്തിൽ ഫലവത്തായ രീതിയിൽ തുടർന്നു കൊണ്ടുപോകുവാനായി നടത്തിയ വലിയ തിരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകത്തിൽ 34-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ആയിരങ്ങളോടും 10,000-ങ്ങളോടും കരുണ കാണിക്കുന്നവൻ,
തലമുറകൾ തോറും കടങ്ങളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ദൈവജനത്തെ വഴി നടത്തുന്ന ദൈവത്തിന്റെ വഴിത്താരയിലെ വരപ്രസാദത്തിന്റെ പ്രവാചകനാകുവാൻ പഞ്ഞിക്കാരനച്ഛനെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ നമുക്കറിയാം, കൂടെ നടന്ന് വഴി നടത്തുന്ന ഒരു ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു ജോസഫ് പഞ്ഞിക്കാരനച്ഛന്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ വളരെ മനോഹരമായിട്ട് ദൈവം കരുണയോടുകൂടെ തന്റെ ജനതയെ ക്ലേശങ്ങളിലൂടെ മരുഭൂമിയിലെ വറുതിയിലൂടെ എപ്രകാരം സൗഖ്യം നൽകി നടത്തിക്കൊണ്ടുപോയെന്ന് വിവരിച്ചിരുന്നുണ്ട്. പകൽച്ചൂടിന്റെ കാഠിന്യത്തിൽ മേഘസ്തംഭമായി, കൂരിരുട്ടിന്റെ നിശബ്ദതയിൽ അവൻ ദീപസ്തംഭമായും തന്റെ ജനതയെ വഴിനയിച്ചു. പ്രിയ സഹോദരിമാരെ, വൈദികരെ, 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും കേരള സഭയിലെ മേഘസ്തംഭമാകുവാനായി രോഗങ്ങളിലും വേദനകളിലും തകർച്ചകളിലും ദൈവത്തിന്റെ കരുണയുടെ ദീപസ്തംഭമാകുവാനായി ദൈവം തന്റെ ദൈവവിളി നൽകി പ്രത്യേകമായി തിരഞ്ഞെടുത്തവർ ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിന് 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, പുറപ്പാട് പുസ്തകത്തിൽ യാത്ര ചെയ്തു തുടങ്ങുന്ന ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ കരുണയായി ഈ ലോകത്തിൽ ജനങ്ങളുടെ മധ്യേ കൂടാരമടിച്ച് അവൻ ജനങ്ങളുടെ മധ്യേ കൂടെ വസിച്ചു. യോഹന്നാൻ ശ്ലീഹ മനുഷ്യാവതാരത്തെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ 10-ാം അധ്യായം 12-ാം വാക്യമുണ്ട്. തന്റെ ജനത താൻ നൽകിയ വാഗ്ദത്ത നാട്ടിൽ നിന്നും ബാബിലോണിലെ അടിമത്തത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ ദേവാലയം വിട്ട് ജനതയോടുകൂടെ യാത്ര ചെയ്യുകയാണ്. ജനത്തിന്റെ കൂടെ യാത്ര ചെയ്യുവാനായി എസെക്കിയേലിനെ പോലെ കേരള സഭയ്ക്ക് ദൈവം നൽകിയ ദാനമാണ് ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ. ജനങ്ങളില്ലാത്ത ഒരു ദിവസം, ജനങ്ങളുടെ കൂടെയല്ലാത്ത ഒരു ദിവസം ജോസഫ് പഞ്ഞിക്കാരനച്ഛന്റെ ആത്മകഥയിലും ജീവചരിത്രത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 8-ാം വാക്യം പഠിപ്പിക്കുന്നു, ഇസ്രായേൽ ജനത ദൈവത്തിന്റെ ആലയത്തിലേക്ക് അടിമത്തത്തിൽ നിന്നും തിരികെ വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരോടൊപ്പം യാത്ര ചെയ്ത് ബാബിലോണിൽ നിന്നും ഇസ്രായേലിന്റെ ആലയത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവജനത്തോടൊപ്പം ദേവാലയത്തിലായിരിക്കുകയും ആ ദൈവജനത്തിന് വേണ്ടി ദേവാലയത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ കരുത്തോടെ പുറപ്പെടുകയും ആ ജനത്തിന്റെ വേദനകളും വിഷമങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സക്രാരിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ നിവേശനത്താൽ പ്രചോദനത്താൽ തിരികെ യാത്ര ചെയ്യുകയും ചെയ്ത ദിനങ്ങളുടെ ഒരു സമസ്യയായിരുന്നു ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛന്റെ ജീവിതം. അതുകൊണ്ട് ന്യായാധിപന്മാരിലൂടെയും പിതാക്കന്മാരിലൂടെയും പ്രവാചകരിലൂടെയും ശിഷ്യന്മാരിലൂടെയും പരിശുദ്ധ അമ്മയിലൂടെയും അപ്പസ്തലന്മാരിലൂടെയും കൂടെ നടന്ന് വഴി നടത്തിയ ദൈവം ആ കരുണയുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായി 19-ാം നൂറ്റാണ്ടിൽ 1888 സെപ്റ്റംബർ 19-ാം തീയതി ഈ ലോകത്തിലേക്ക് അയച്ച ദൈവവിളിയുടെ കരുണയുടെ ശബ്ദമായിരുന്നു ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ എന്ന് പറയുന്നത്. പ്രിയ സഹോദരിമാരെ, ഉരുവായിലെ ഔദാച്ചൻ ധർമ്മഗിരിയിലെ ദൈവദാസനായി മാറിയതിന്റെ ഒരു വലിയൊരു യാത്രയെ കുറിച്ച് നാം ധ്യാനിക്കേണ്ടത്. ഉരുവായിലെ ഔദാച്ചൻ പിതാവിന്റെയും അമ്മയുടെയും മുഖത്ത് നിന്ന് ദൈവകരുണയുടെ സ്പന്ദനങ്ങളെ പ്രാർത്ഥനയുടെ വേളകളിൽ തൊട്ടറിഞ്ഞ് വികാരിയച്ഛൻ അർപ്പിക്കുന്ന ദിവ്യബലികളുടെ സൗന്ദര്യത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് യാത്ര ചെയ്തു. വലിയ കൃപകൾ നൽകി ആത്മാവിനെ ദൈവം അനുഗ്രഹിച്ചു. ഈ കേരള സഭയ്ക്ക് വേണ്ടി റോമിൽ പോലും പോയി തന്റെ ഔന്നിത്യത്തിൽ മഹത്വത്തിന്റെ കൃപയുടെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് വലിയൊരു ഒരുക്കത്തിന്റെ തിരോടിയായിരുന്നു. അതിന്റെ മുന്നാസ്വാദനം എന്ന നിലയിൽ ഈ ധർമ്മഗിരിയിലേക്ക് കടന്നു വരുവാൻ ആതുര ശുശ്രൂഷയിലൂടെയുള്ള സുവിശേഷവൽക്കരണത്തിന്റെ പ്രവാചകനാവാനുള്ള കൃപയുടെ വെളിച്ചം ദൈവം ഈ പ്രവാചകന്, ഈ ദൈവദാസന് നൽകി. അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ ആപ്തവാക്യമായി എടുത്തത് തന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം നിറവേറണമേ. പിതാവായ ദൈവത്തിന്റെ ഹിതം നിറവേറുവാനായി ഗെത്സമനിയിൽ പ്രാർത്ഥിച്ച മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ 99-ാം വാക്യത്തിൽ കാണുന്ന ക്രിസ്തുവിന്റെ ഏറ്റുപറച്ചിലുണ്ട്, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. പഞ്ഞിക്കാരനച്ഛന്റെ ജീവചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന് അടിയറ പറയാത്ത ഒരു പ്രഭാതവും
ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കാതെ വിശ്രമിക്കുന്ന ഒരു പ്രദോഷവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് ദൈവദാസനായിരിക്കുന്ന ദൈവത്തിന്റെ സ്വർഗീയ മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ധ്യാന പ്രസംഗങ്ങൾ നടത്തുമ്പോൾ വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കും, Domine, quis vis me facere, Lord, what you want me to do. ദൈവമേ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നു, ഓ ലോർഡ്, വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു ഫോർ യു. ദൈവത്തിന്റെ ഹിതം ധ്യാനത്തിലും ചിന്തയിലും മാത്രമല്ല, ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ 19ാം നൂറ്റാണ്ട് നമുക്കറിയാം, കേരളത്തിലെ നവോത്ഥാനത്തിന്റെ നാൾമിഴികൾ മുഴങ്ങുന്ന ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയുമൊക്കെ അയിത്തത്തിനും തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടലിനുമെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ കൊണ്ടുവന്ന പ്രത്യേകത എന്താണ്? സമൂഹത്തെ ഉദ്ധരിക്കുന്ന പ്രവർത്തനങ്ങളിൽ, സമൂഹത്തെ നവീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ സുവിശേഷത്തിന്റെ സന്തോഷത്തെയും സുവിശേഷത്തിന്റെ പ്രകാശത്തെയും കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങൾ. ചാവറയച്ചന്റെ പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ചയായി അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ ഈ ലോകത്തിലേക്ക് പൂജാതനായത്. എനിക്ക് നന്നേ ചെറുപ്പത്തിൽ ആ പ്രവർത്തനങ്ങളുടെ മാതൃകയെയും പ്രവർത്തന ശൈലിയെയും അദ്ദേഹം കേട്ടറിഞ്ഞിട്ടുണ്ടാകും. വിശുദ്ധ അൽഫോൻസാമ്മ ജീവിച്ച കാലഘട്ടത്തിലൂടെ, മറിയം ത്രേസ്യ ജീവിച്ച കാലഘട്ടത്തിലൂടെ, യഹൂദാസ്യാമ്മ ജീവിച്ച കാലഘട്ടത്തിലൂടെ, ജോസഫ് കതലിക്കാട്ടിൽ കത്തനാട് ജീവിച്ച കാലഘട്ടത്തിലൂടെ, തോമസ് കുര്യാലശ്ശേരി പിതാവ് ജീവിച്ച കാലഘട്ടത്തിലൂടെ, ഇവരെല്ലാം ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ വിശുദ്ധിയുടെ വാഴ്ത്തപ്പെട്ട ദൈവദാസ പദവികൾ അനുഭവിക്കുന്ന കേരള സഭയിലെ പ്രവാചകന്മാരും പ്രവാചികമാരുമാണ്. അവരുടെ കാലഘട്ടത്തിൽ യാത്ര ചെയ്തുകൊണ്ട് ജോസഫ് പഞ്ഞിക്കാരൻ ഇപ്രകാരം സഭയുടെ സിദ്ധിയെയും തനിമയെയും എഴുതി വെച്ചു. പകർന്നു നൽകി അദ്ദേഹം എഴുതി വെച്ചത് എന്താണ്? കുരിശിൽ സ്വയം ശൂന്യമാക്കിയ കരുണാർദ്രമായ സ്നേഹമാകുന്ന ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട്, ഒന്നാമത്തെ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എല്ലാവരിലും പ്രത്യേകിച്ച് എളിയവരും ദരിദ്രരും രോഗികളുമായ നമ്മുടെ സഹോദരൻ അവിടുത്തെ തിരുമുഖം ദർശിച്ച്, രണ്ടാമത്തെ ഭാഗം. മൂന്നാമതായി അദ്ദേഹം പറയുക, വിനീത ശുശ്രൂഷയിലൂടെ എല്ലാവരെയും ദൈവരാജ്യ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കരുണാർദ്ര സ്നേഹമായി തീരുക. സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ദൈവദാസൻ പഞ്ഞിക്കാരനച്ഛന്റെ ഓർമ്മ കൊണ്ടാടുന്ന ഈ ദിനങ്ങളിൽ വീണ്ടും അയവിറക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും താബോർ മലകളിൽ രൂപാന്തരപ്പെട്ട പ്രകാശമാനമായ ക്രിസ്തുവിന്റെ മുഖത്തോട് ഐക്യപ്പെട്ട് ശുശ്രൂഷയിലൂടെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന കരുണാർദ്ര സ്നേഹമായി ഉയരുവാൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ ആഗ്രഹിക്കുന്ന ഒരു MSJ സഹോദരിയുടെ ദൈവവിളിയും ആതുര ശുശ്രൂഷ മേഖലയെ മറ്റു പ്രവർത്തനങ്ങളെ നമുക്ക് ഇപ്രകാരം ചുരുക്കി പറയാം. കുരിശിൽ കരുണാർദ്ര സ്നേഹമായ ക്രിസ്തുവിന്റെ ചുവട്ടിൽ പതിച്ച് നടപ്പെട്ട് ആ കുരിശിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന ദിവ്യകാരുണ്യത്തിന്റെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും നിറവും നനവും ഊർജമായി ഉൾക്കൊണ്ട് സ്വീകരിച്ച് ആ കുരിശിൽ ചുറ്റിപ്പടർന്നു വളർന്ന് ജോസഫ് പഞ്ഞിക്കാരനച്ഛന്റെ നിയോഗം പോലെ കരുണാർദ്ര സ്നേഹത്തിന്റെ സൗഖ്യത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഓരോ സഹോദരിയെയും ദൈവം കടപ്പെടുത്തുന്നു ദൈവവിളിയിലൂടെ. പ്രിയ സഹോദരിമാരെ, ജോസഫ് പഞ്ഞിക്കാരനച്ഛന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുരിശിന്റെ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മയെ പോലെ, ഒരുപക്ഷെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന യോഗന്മാരെ പോലെ, അല്ലെങ്കിൽ കുരിശിന്റെ ചുവട്ടിൽ നിന്ന ഭക്ത സ്ത്രീകളെ പോലെ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്നും അവസാനത്തുള്ള രക്തവും ജലവും ആ ഭടന്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകിയതുപോലെ കരുണയുടെ സൗഖ്യത്തിന്റെ പ്രവാചകന്മാരാകുവാൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛന്റെ ജീവിതവും വിശുദ്ധിയും നമ്മെ കടപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ദൈവം പഠിപ്പിക്കുന്നത്, പ്രിയ സഹോദരിമാരെ, കുരിശിൽ നിന്നും അധ്യാപകനാകുവാനുള്ള അറിവ്, പ്രേക്ഷിതനാകുവാനുള്ള ഉത്സാഹവും തീഷ്ണതയും ആവേശവും രക്തസാക്ഷിയാകാനുള്ള ധൈര്യവും നാം പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സേവനങ്ങളിലൂടെ അവർ നമ്മുടെ നാഥനെ അടുത്തറിയണം. ഏത് നാഥനെ? കുരിശിൽ അവസാനത്തുള്ള രക്തവും ജലവും കരുണയുടെ രൂപമായി സൗഖ്യമായി നൽകിയവൻ. അതുകൊണ്ട് ഈ സ്ഥാപപിതാവിന്റെ വചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മളിലുള്ള
അപ്പസ്തോലിക ആവേശത്തിന് വേണ്ടിയുള്ള വെമ്പലിനെ അദ്ദേഹം പ്രചോദിപ്പിക്കുക. എപ്രകാരം? കുരിശിന്റെ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മയെ പോലെ, കുരിശിന്റെ ചുവട്ടിൽ നിന്ന യോഹന്നാനെ പോലെ, കുരിശിന്റെ ചുവട്ടിൽ നിന്ന ഭക്ത സ്ത്രീകളെ പോലെ നമുക്കും പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്നതുകൊണ്ട് ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ ദൈവദാസൻ എന്ന സ്വർഗീയ മഹത്വത്തിലിരുന്നുകൊണ്ട് നമുക്ക് നൽകുന്ന നിയോഗത്തെ ജീവിതത്തിൽ വ്യക്തിപരമായും സമൂഹപരമായും ജീവിക്കുവാനും പ്രകടമാക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള തീഷ്ണത, ആവേശം, അറിവ്, ധൈര്യം നൽകണമേ എന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം MSJ സന്യാസി സമൂഹത്തിന്റെ സ്നേഹം അതിന് കവിഞ്ഞ് അനുഭവിക്കുന്ന ഒരു സന്യാസ സഭയിൽ നിന്നും ആ സഭയുടെ പ്രൊവിൻസിൽ നിന്നുമാണ് ഞാൻ ഇവിടെ വരാനിടയായത്. ഞങ്ങളുടെ കോഴിക്കോടുള്ള MSJ പ്രൊവിൻഷ്യൽ ഹൗസും പ്രൊവിൻഷ്യാലമ്മയും അവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സും ഞങ്ങൾ അന്യരല്ല. ആ ഭവനത്തിലേക്ക് കൂടെ കുർബാനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ കരുണാദ്ര സ്നേഹത്തിന്റെ പ്രസന്ന വദനതയുള്ള MSJ മുഖങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ശ്രീരാമ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ പ്രൊവിൻഷ്യാലമ്മ, ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രൊവിൻസിലെ അച്ഛന്മാരെ ആത്മീയമായി നയിക്കുന്നതിന് ഒരു അമ്മയുടെ മാതൃത്വത്തിന്റെ നിറവോടുകൂടി, അത് ഞാൻ എപ്പോഴും പ്രൊഫഷണൽസ് ചിലപ്പോൾ പറയുന്നതാണ്, സിസ്റ്റേഴ്സിനെല്ലാം അറിയാം, അതുകൊണ്ട് ഒരു അധിക പ്രശ്നമാവുകയില്ല എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹത്തെ ഈ നിമിഷം ഈ സഭയുടെ എല്ലാവരും കൂടിയിരിക്കുന്ന വേദിയിൽ ഏറ്റുപറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞങ്ങളുടെ സെന്റ് തോമസ് പ്രൊവിൻസിലെ പ്രൊവിൻഷ്യാലിറ്റിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ MSJ സമൂഹത്തിലൂടെ ആതുര ശുശ്രൂഷയുടെ കരുണയുടെ രൂപങ്ങൾ ഈ ലോകത്തിന് നൽകുവാനായി ജോസഫ് പഞ്ഞിക്കാരന്റെ ആത്മീയതയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവം എന്നെ ഓർമ്മിപ്പിച്ചു, കേരള സഭയിലെ രാമീയനാണ് ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ എന്നുള്ളത്. വേദനിക്കുന്നവന്റെ രോഗിയുടെ അസരങ്ങളുടെ വേദനകളെ തിരിച്ചറിയുവാനും അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. രോഗീ പരിചരണത്തിലൂടെ, ആദ്യ നിയമാവലിയിൽ അദ്ദേഹം എഴുതി വെച്ച രോഗീ പരിചരണത്തിലൂടെ വേദനിക്കുന്ന മാനവരാശിക്ക് ആശ്വാസത്തിന്റെ മാലാഖമാരാകുവാൻ ജീവിതം അർപ്പിച്ചുകൊണ്ട് നിരാഘോഷമായ വ്രതത്തിലൂടെ കരുണാദ്ര സ്നേഹമായി തീരണം MSJ സഹോദരിമാർ. ആത്മാക്കളുടെ രക്ഷ, അതാണ് അദ്ദേഹം കണ്ടെത്തിയ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് പ്രിയ ചക്രാറമ്മയോടും പ്രിയ കൗൺസിലേഴ്സിനോടും എല്ലാ പ്രൊഫഷണൽമാരോടും ഞങ്ങൾ വൈദിക സഹോദരരെ നിങ്ങളുടെ ആത്മീയതയെ കുറിച്ചുള്ള ആനന്ദം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു അവസരത്തിനായിട്ട് എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നേഹമുള്ള അമ്മയായ ഷീലാമ്മയ്ക്ക് താമരശ്ശേരി പ്രൊവിൻസിലെ എല്ലാ സിസ്റ്റേഴ്സിനും നന്ദി അർപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കരുണയുടെ പ്രവാചകത്വം എന്തെന്ന് എഴുതിക്കട്ടെ എന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദേവദാസൻ പണിക്കാരന്റെ ചില മാധ്യസ്ഥത യാചിച്ചുകൊണ്ട് നാമകരണത്തിലുള്ള ജപം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. വിശുദ്ധരിൽ സുപ്രീതനായ ദൈവമേ, ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും പുതിയ പ്രമാണത്തിന്റെ പ്രതിഷ്ഠയെ വിശ്വസിച്ച് അങ്ങേ മഹത്വത്തിനും അനേകർക്കും വേണ്ടി സ്നേഹം വേണ്ടി ദീർഘകാലത്തിന് സുരക്ഷ ജോസഫ് പഞ്ഞിക്കാരന്റെ സ്നേഹത്തോട് അങ്ങേ പറയുന്നു. എന്റെ ഏറ്റവും വലിയ സഹോദരനെ ഒരു കൊടുത്തപ്പോൾ
മൗനമായ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ തിരുമുമ്പിൽ സമർപ്പിക്കാം. അംഗീകാരത്തിന്റെ മാധ്യസ്ഥം വഴിയായി പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ നാളിൽ കർത്താവേ നീ ആയിരുമ്പോൾ കരുണയുടെ നിലനിൽക്കണമേ. നല്ലതൊരു ഫലം താങ്ങേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താമസമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ. കൃതനായുസ്സും അവന്റെ സ്വർഗ്ഗത്തിലൊരാനീതിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിസ്സരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവും പുത്രനും പ്രജനാമിൽ അരിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണയെ അനുഗ്രഹിക്കുകയും നിന്റെ ആധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മകനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ കർത്താവേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകും. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ദൈവനാഥ തിരുസന്നിധിയിൽ. പൂർവന്മാർ
സ്നേഹമോടെ ഞങ്ങൾ പാടിടുന്നിതാ ദൈവദാസനാം പഞ്ഞിക്കാരനച്ച മാനസങ്ങളിൽ ആത്മമാരിയായി പെയ്തിറങ്ങുന്നു ഇന്നും നിന്നപദാനങ്ങൾ. സ്നേഹമോടെ ഞങ്ങൾ പാടിടുന്നിതാ ദൈവദാസനാം പഞ്ഞിക്കാരനച്ച മാനസങ്ങളിൽ ആത്മമാരിയായി
ഉറങ്ങുന്നു ഇന്നും നിന്നപദാനങ്ങൾ. അങ്ങേ മുൻപിലിതാ ഞങ്ങൾ നമിക്കുന്നു, അങ്ങേ ജീവിതം മാതൃകയാക്കുന്നു. അങ്ങേ മുൻപിലിതാ ഞങ്ങൾ നമിക്കുന്നു, അങ്ങേ ജീവിതം മാതൃകയാക്കുന്നു. ധർമ്മഗിരി സപതൻ നായകനേ, നീ കൊളുത്തിയ ദീപം ഞങ്ങൾ ഉയർത്തി നിൽക്കുന്നു. ധർമ്മഗിരി സപതൻ നായകനേ,